ക്രൂശിത ഞങ്ങളങ്ങയെ കുമ്പിട്ടായിരം സ്തോത്രം പാടുന്നു. ക്രൂശിത ഞങ്ങളങ്ങയെ കുമ്പിട്ടായിരം സ്തോത്രം പാടുന്നു. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, നോമ്പ് നിന്നെ ഒരു മധ്യാഹ്ന കാറ്റ് പോലെ തൊട്ട് തലോടി കടന്നു പോവുകയാണ്. ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം യേശുവിനെ കുറിച്ച് പറയുകയാണ്. പുത്രനായിരുന്നിട്ടും സഹനം വഴി അവൻ അനുസരണം അഭ്യസിച്ചു. പുത്രനായിരുന്നിട്ടും സഹനം വഴി, മുറിവ് വഴി, കണ്ണുനീര് വഴി, പീഡകൾ വഴി അവൻ ആബാപിതാവിന്റെ മുമ്പിൽ അനുസരണം അഭ്യസിച്ചു. അങ്ങനെ പരിപൂർണനാക്കപ്പെട്ടത് വഴി ഈ കണ്ണുനീരും വേദനയുടെ നടവഴികളും കുരിശിന്റെ പ്രാരാബ്ധങ്ങളും അവനെ പരിപൂർണനാക്കിയത് കൊണ്ട് അവനെ സ്വീകരിക്കുന്നവർക്കെല്ലാം, അവനെ അനുസരിക്കുന്നവർക്കെല്ലാം അവൻ രക്ഷയുടെ അച്ചാരമായി. പ്രിയപ്പെട്ട കുഞ്ഞെ, നീ കടന്നുപോയ കണ്ണുനീരിന്റെ വഴി, നീ കടന്നു പോകുന്ന ദുഃഖത്തിന്റെ വഴി നിന്നെ ഒരു തരത്തിൽ ഒരു അനുസരണം ശീലിപ്പിക്കുകയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ. ഈ അനുസരണം നിനക്ക് ഇമ്പാർട്ട് ചെയ്യുന്നത്, നിനക്ക് നൽകുന്നത് ഒരു തരം പെർഫെക്ഷനാണ്. ഒരിക്കലും നിനക്ക് സ്വയം ആർജിക്കാനാവാത്ത ഒരു പൂർണ്ണത, കണ്ണുനീരും നീ ഒരിക്കലും സ്വപ്നം കാണാത്ത വേദനകളും നിനക്ക് തരുന്നു എന്നത് ഒരു ദൈവിക രഹസ്യമാണ്. ഇത് മനസ്സിലാക്കാൻ ഈ നോമ്പിൽ കഴിഞ്ഞാൽ, ദുരിതമാരിലൂടെ വരട്ടെ, ശത്രുവിലൂടെയോ ബന്ധുവിലൂടെയോ വരട്ടെ, നിന്നെ ഒരു വിധത്തിൽ ഈ ദുരിതം ഒരു പരിപൂർണതയിലേക്ക് നയിക്കും. നിനക്കിത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ നോമ്പിന്റെ നടവഴികളിൽ വായിക്കൂ. കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തട്ടെ. ഏതായാലും സഹനം ഒരു പൂർണ്ണത നിനക്ക് കൺഫർ ചെയ്യും, അത് ഉറപ്പാണ്. ആമേൻ. ആമേൻ. ആമേൻ.